ഹോളിഡേയ്സ് പാലാട് വഴിക്കടവ. കേരള മുസ്ലിം ജമാഅത്ത് കരുളായി സർക്കിൾ കമ്മിറ്റി റംളാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. കരുളായി ടൗൺ സുന്നി മസ്ജിദിൽ നടന്ന ചടങ്ങിൽ PH ഉസ്മാൻ സഖാഫി മൂത്തേടം പ്രഭാഷണം നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിറവിയും അതിന്റെ പ്രഗത്ഭരായ പണ്ഡിത വരേണ്യരുടെ ശക്തമായ പടയോട്ടത്തിന്റെയും ഫലമായി സാധിച്ചെടുക്കാൻ കഴിഞ്ഞതാണ്. അപ്പോ ഒരു സമൂഹമായി തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചു. അതിന്റെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ അത് സാധിച്ചു തന്നു. അത് പിന്നെ വിവിധ തലങ്ങളിലേക്ക് അതിനെ പാർട്ടാക്കി വിഭജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ സുന്നി യുവജന സംഘം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സുന്നി മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടാവുന്നത്. അവസാനം ഇപ്പോൾ ഉണ്ടായ നമ്മുടെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനം. ഇതൊക്കെ അവസരത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കൊണ്ട് സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അങ്ങനെ മുസ്ലിം ജമാഅത്ത് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി KP ജമാൽ ഉദ്ഘാടനം ചെയ്തു. KC അബ്ദുള്ള സഖാഫി, KT അബ്ദുള്ള മുസ്ലിയാർ, CK റഷീദ് മുസ്ലിയാർ, CK നാസർ മുസ്ലിയാർ, ഷൗക്കത്ത് മുസ്ലിയാർ, TP ജമാലുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രഭാഷണത്തിന് ശേഷം കരുളായി ടൗണിൽ ഇഫ്താർ മീറ്റും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. ശക്തികളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടഞ്ഞു നിർത്താൻ പറ്റും. അവർ പരാജയപ്പെട്ടു പോകും. അവിടെയാണ് നമ്മുടെ വിജയം. മനുഷ്യരൊന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളം ഒരു തുരുത്തായി ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവശേഷിച്ചു നിൽക്കുന്നത് ഈ ഒരുമയുടെയും ഈ കൂട്ടായ്മയുടെയും ഫലമാണ്. ഈ തുരുത്തിനെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഓരോന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സൗഹൃദ സദസ്സിലും ഇഫ്താറിലും സംബന്ധിച്ചു. KC അബ്ദുള്ള സഖാഫി, അബ്ദുൽ അസീസ് മുസ്ലിയാർ, CK റഷീദ് മുസ്ലിയാർ, TP ജമാലുദ്ദീൻ, TP മുഹമ്മദ് അഷ്റഫ്, മുജീബ് റഹ്മാൻ, ലത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. KL 71 ന്യൂസ് കരുളായി.